5-ാം നൂറ്റാണ്ടിലെ ഒരു ശാന്തനായ സന്യാസിയായ വിശുദ്ധ ജെറാസിമസിന്റെയും അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തിന്റെയും കഥയാണിത്. എന്നാൽ ഈ സുഹൃത്ത് ഒരു സാധാരണ കൂട്ടാളി ആയിരുന്നില്ല. അയാൾ ഒരു ഭീമാകാരനും ക്രൂരനുമായ സിംഹമായിരുന്നു. അവരുടെ സൗഹൃദം തെളിയിക്കുന്നത് ദയ ആണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ ശക്തി എന്നാണ്. ജോർദാൻ മരുഭൂമിയിലെ ഒരു ആശ്രമത്തിൽ വിശുദ്ധ ജെറാസിമസ് ലളിതവും വിശുദ്ധവുമായ ഒരു ജീവിതം നയിച്ചു. അദ്ദേഹവും സഹസന്യാസിമാരും പ്രാർത്ഥനയിലും ലളിതമായ ജോലിയിലും ദിവസങ്ങൾ ചെലവഴിച്ചു. ഒരു ദിവസം നദിക്കരയിലൂടെ നടക്കുമ്പോൾ ഭയങ്കരമായ ഒരു അലർച്ച അവർ കേട്ടു. ഒരു വലിയ സിംഹം വളരെ കഷ്ടപ്പെടുന്നത് അവർ കണ്ടു. മൂർച്ചയുള്ളതും ആഴമുള്ളതുമായ ഒരു മുള്ളുകൊണ്ട് സിംഹത്തിന്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. മറ്റുള്ളവർ ഓടി രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ വേദന അനുഭവിക്കുന്ന ഒരു ജീവിയെ മാത്രമേ ജെറാസിമസ് കണ്ടുള്ളൂ. അയാൾ ഭയപ്പെടാതെ സിംഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. ജെറാസിമസ് സിംഹത്തിന്റെ കൈപ്പത്തി പതുക്കെ എടുത്തു. ആ ഭയാനകമായ മുറിവ് ശ്രദ്ധാപൂർവം വൃത്തിയാക്കി. വലിയ മുള്ള് പതുക്കെ പുറത്തെടുത്തു. മുറിവ് ചികിത്സിച്ച ശേഷം അയാൾ ഒരു തുണികഷ്ണം കൊണ്ട് സിംഹത്തിന്റെ കൈപ്പത്തി കെട്ടി. ഈ ചെറിയ ദയാപ്രവൃത്തി എല്ലാം മാറ്റിമറിച്ചു. സിംഹം ഉടൻ തന്നെ സുഖം പ്രാപിച്ചു. തന്നെ രക്ഷിച്ച സന്യാസിയോട് ആ സിംഹത്തിന് ആഴമേറിയതും അഗാധവുമായ സ്നേഹം തോന്നി. ആ നിമിഷം മുതൽ സിംഹം സന്യാസിയുടെ അരികിൽ നിന്ന് പോകാൻ വിസമ്മതിച്ചു. ജെറാസിമസ് സിംഹത്തെ ആശ്രമത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് അതിന് ഒരു ലളിതമായ പേര് നൽകി, ലിയോ. ലിയോ പെട്ടെന്ന് ആശ്രമ സമൂഹത്തിന്റെ ഭാഗമായി. സന്യാസിമാർ കഴിക്കുന്ന അതേ ലളിതമായ ഭക്ഷണം അദ്ദേഹം കഴിച്ചു, അപ്പവും പയറും മാത്രം. അദ്ദേഹത്തിന്റെ ജോലി ലളിതമായിരുന്നു. നദിയിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന ആശ്രമത്തിലെ ചെറിയ കഴുതയെ അദ്ദേഹം കാക്കണമായിരുന്നു. ഒരു കാട്ട് മൃഗത്തിന് പോലും ദയയിലൂടെ അച്ചടക്കവും അനുസരണയും പഠിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ട് ലിയോ തന്റെ കടമ വിശ്വാസത്തോടെ നിർവഹിച്ചു. വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധ ജെറാസിമസ് രോഗബാധിതനായി മരിച്ചു. ആശ്രമത്തിന് അത് വളരെ ദുഃഖകരമായ ഒരു ദിവസമായിരുന്നു. പക്ഷേ ലിയോയ്ക്ക് അത് അദ്ദേഹത്തിന്റെ ലോകാവസാനമായിരുന്നു. സന്യാസിമാർ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനും ഭക്ഷണം നൽകാനും ശ്രമിച്ചു. പക്ഷേ ലിയോ എല്ലാ ഭക്ഷണവും നിരസിച്ചു. അവൻ തന്റെ യജമാനനെ എല്ലായിടത്തും. ഒരു സന്യാസി അവനെ ജെറാസിമസിന്റെ പുതിയ ശവക്കുഴിയിലേക്ക് കൊണ്ടുപോയപ്പോൾ ലിയോയ്ക്ക് മനസ്സിലായി. വിശ്വസ്തനായ സിംഹം ദുഃഖത്തിന്റെ ഒരു വലിയ നിലവിളി പുറപ്പെടുവിച്ച് ശവക്കുഴിയിൽ കിടന്നു. അവിടെ അവന്റെ ഹൃദയം തകർന്നു. അവൻ മരിച്ചു.